കോതമംഗലം ആലുവ റോഡ് 4 വരിയായി വികസിപ്പിക്കുന്ന പദ്ധതിയുടെ സാമൂഹ്യാഘാത പഠനം അവസാന ഘട്ടത്തിലെത്തി. അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുന്നോടിയായുള്ള പബ്ലിക് ഹിയറിംഗ് 15 മുതൽ 18 വരെ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തും. ഈ വർഷം ജനുവരിയിലെ സ്ഥലം ഏറ്റെടുക്കൽ വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സാമൂഹ്യാഘാത പഠനം നടത്തുന്നത്. കോതമംഗലം ആലുവ റോഡ് 4 വരിപ്പാതയായി വികസിപ്പിക്കുന്നതിനുള്ള നടപടികൾ നേരത്തെ ആരംഭിച്ചതാണ്. സ്ഥലം ഏറ്റെടുക്കലിനുള്ള വിജ്ഞാപനം കഴിഞ്ഞ ജനുവരി 27-ന് പുറത്തുവന്നിരുന്നു. ഏറ്റെടുക്കാൻ സാധ്യതയുള്ള ഭൂമികളുടെ സർവേ നമ്പറുകളും പ്രസിദ്ധപ്പെടുത്തിയതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സാമൂഹ്യാഘാത പഠനം നടത്തുന്നത്. രാജഗിരി സോഷ്യൽ സയൻസ് കോളേജിന്റെ ഔട്ട്റീച്ച് വിഭാഗത്തെയാണ് സാമൂഹ്യാഘാത പഠനത്തിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. നടപടികൾ അവസാന ഘട്ടത്തിലാണ്. നഷ്ടപരിഹാരവും പുനരധിവാസ പാക്കേജും നിശ്ചയിക്കുന്നതിൽ സാമൂഹ്യാഘാത പഠന റിപ്പോർട്ട് നിർണായകമാണ്. കരട് റിപ്പോർട്ട് നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നു. അന്തിമ റിപ്പോർട്ട് ഈ മാസം തന്നെ സമർപ്പിക്കാനാണ് നീക്കം. ഇതിനു മുന്നോടിയായി ഈ മാസം 15 മുതൽ 18 വരെയുള്ള ദിവസങ്ങളിൽ പബ്ലിക് ഹിയറിംഗ് നടത്തും. ഇതു സംബന്ധിച്ച നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമിയുടെ അവകാശികൾ നിശ്ചിത കേന്ദ്രങ്ങളിൽ ഹാജരായി ഹിയറിംഗിൽ പങ്കെടുക്കണമെന്നാണ് നോട്ടീസ്. കോതമംഗലം താലൂക്കിലുള്ളവർക്കായി 2 കേന്ദ്രങ്ങളിൽ ഹിയറിംഗ് നടത്തും. ഓടക്കാലി മുതൽ തങ്കളം ജംഗ്ഷൻ വരെയുള്ള ഭൂവുടമകൾ ഇളമ്പ്ര മുഹയുദ്ദീൻ ജുമാ മസ്ജിദ് ഓഡിറ്റോറിയത്തിൽ 16-ാം തീയതി രാവിലെ 10-ന് നടക്കുന്ന ഹിയറിംഗിലാണ് പങ്കെടുക്കേണ്ടത്. തങ്കളം ജംഗ്ഷൻ മുതൽ കോഴിപ്പള്ളി വരെയുള്ള ഭൂവുടമകൾ ഉച്ചകഴിഞ്ഞ് 2-ന് കോതമംഗലം മുനിസിപ്പൽ ഹാളിലെ ഹിയറിംഗിൽ ഹാജരാകണം. ആകെ 14 വില്ലേജുകളിലായി 107 ഏക്കർ ഭൂമിയാണ് റോഡിനായി ഏറ്റെടുക്കേണ്ടത്. കോതമംഗലം താലൂക്കിൽ ഇരമല്ലൂർ, തൃക്കാര്യൂർ, കോതമംഗലം എന്നീ വില്ലേജുകളിലാണ് ഏറ്റെടുക്കുന്ന ഭൂമി ഉൾപ്പെടുന്നത്. ഏറ്റെടുക്കലിനായി 653 കോടി രൂപ കിഫ്ബി നേരത്തെ അനുവദിച്ചതാണ്. 4 വരിപ്പാതയുടെ അലൈൻമെന്റ് തയ്യാറാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സർവേ നടത്തി അതിർത്തി കല്ലുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. GTV ന്യൂസ്, കോതമംഗലം.